അസ്സലാമലൈക്കും. ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 വലിയ ഉള്ളി ചെറിയ പീസാക്കി കട്ടാക്കി ഇത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ക്രഷാക്കി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയാണ്. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസാക്കിയിട്ട്. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്കൊരു തക്കാളിയുടെ പകുതി കൂടി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം. അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇനി മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് പച്ച മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷാക്കിയതും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 5 പീസ് എല്ലില്ലാത്ത ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിരുന്നു. കുരുമുളകും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. അതൊന്ന് ക്രഷാക്കി കൊണ്ടുവരാം. ലാസ്റ്റ് മിക്സി ജാറിൽ ഒന്ന് ക്രഷാക്കാനേ പാടുള്ളൂ, ഓവറായി പൊടിയരുത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിലങ്ങ് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി നന്നായി മിക്സായി വരണം. കുറച്ച് മല്ലിയില കൂടി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഒരു 2-3 ബ്രെഡ് എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഈ മസാല നന്നായി ഇട്ട് കൊടുക്കാം. നല്ലോണം മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് അവിടെ ടച്ച് ചെയ്ത് കൊടുക്കണം. കട്ലറ്റിൻ്റെ ഒക്കെ മസാല ആയതുകൊണ്ട് നന്നായി ടച്ച് ചെയ്ത് നിൽക്കും. ഉരുളക്കിഴങ്ങിൽ ഇട്ടല്ലേ, നല്ലോണം ടച്ച് ചെയ്ത് കൊടുക്കണം. നല്ലോണം കുറവായിട്ട് ഇടരുത്, നല്ലോണം ഇട്ട് കൊടുക്കുക തന്നെ വേണം. ഇത് വലിയ ബ്രെഡായിപ്പോയി, സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ് ഞാൻ എടുത്തത്. നമ്മൾ സാധാ കിട്ടുന്ന ബ്രെഡില്ല, അതന്നെ എടുക്കാൻ നോക്കണം. ഇങ്ങനെ തന്നെ കട്ടാക്കി കൊടുക്കണം എന്നൊന്നുമില്ല. ഇപ്പം 3 പീസാക്കിയില്ലേ, അതേപോലെ നടുക്കേ കൂടി ഒരു കട്ടാക്കി കൊടുത്തിട്ട് 6 പീസൊക്കെ ആക്കി എടുക്കാൻ പറ്റും. അന്നേരം പെട്ടെന്ന് നമുക്ക് മൈദപ്പൊടിയിൽ മുക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് ആയതുകൊണ്ടാണ് ഇത്ര വലുത്, അല്ലെങ്കിൽ ചെറിയ പീസേ ഉണ്ടാവുള്ളൂ. മൊത്തത്തിലങ്ങ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ചുവന്ന മുളക് ക്രഷാക്കിയത് ഒരു 2 ഇട്ട് കൊടുക്കണം. മല്ലിയിലും ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം. കുറച്ച് ലൂസിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം, കട്ടിയിൽ കുഴച്ചെടുക്കരുത്. ഇതേപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് മിക്സാക്കി എടുക്കണം. ഇതേപോലെ ഉണ്ടാവണം. കുറച്ച് ലൂസായാലേ ഇതിലേക്ക് ബ്രെഡ് മുക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയും മതി. ഇനി ഓരോ ബ്രെഡായി എടുത്ത് നേരത്തെ മസാല ആക്കി വെച്ച ബ്രെഡില്ലേ, അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് മുക്കിയെടുക്കണം. ഇനി ബ്രെഡ് പൊടിച്ചതിലേക്ക് കൂടി മുക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എണ്ണയൊന്നും കുടിക്കുകയേ ചെയ്യൂല. ഇതേപോലെ തന്നെ ആക്കിയെടുക്കണം. മൈദ നന്നായി മുങ്ങണം. മൊത്തത്തിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി തിളച്ചോന്ന് നോക്കാം. നന്നായി തിളക്കണം എണ്ണ. അതിനുശേഷം തീ നന്നായി കൂട്ടിയിട്ട് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കണം. എപ്പോഴും ബ്രെഡിൻ്റെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആക്കിയെടുക്കാൻ നോക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇതേപോലെ 3 പീസ് തന്നെ ആക്കണമെന്നില്ല. ഈ 3 പീസ് നടുക്കേ കൂടി കീറിട്ടിട്ട് 6 പീസാക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് മൈദയിലേക്ക് മുക്കാൻ പറ്റും. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് ആയതുകൊണ്ടാണ് കുറച്ച് വലിപ്പമായത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. മസാല നല്ലോണം ഇതിൽ ഇട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് നല്ലോണം ടച്ച് ചെയ്ത് കൊടുത്തിരുന്നു. വെളിച്ചെണ്ണയൊന്നും തീരെ കുടിക്കില്ല. ഇതേപോലെ കുറച്ച് സമയം ആക്കി വെച്ചാൽ മതി. അത് ഏത് സ്നാക്സും അങ്ങനെ തന്നെ. മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കുന്നത് വരെ ഒരു 5-6 മണിക്കൂർ. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇതേപോലെ ഉണ്ടാക്കും. ഒരു ഭാഗത്ത് അങ്ങനെ മസാലയായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും.